നമസ്കാരം. ഹോർമുസ് കടലിടുക്കിലെ വെടിവെപ്പിൽ കരുതലോടെ നീങ്ങാൻ ഇന്ത്യ. സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. ഇറാനോട് പൂർണ്ണമായും അകലുന്ന നയം വേണ്ടെന്നും വിഷയത്തിൽ കരുതലോടെ നീങ്ങാമെന്നുമാണ് ധാരണ. ഇന്നലെ നടന്ന വെടിവെപ്പിനിടയിൽ ദേശ് ഗരിമ എന്ന ഇന്ത്യൻ കപ്പൽ ഹോർമുസ് കടന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹോർമുസ് കടക്കുന്ന 10ാമത്തെ ഇന്ത്യൻ കപ്പലാണ് ദേശ് ഗരിമ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഖത്തറിലെ റാസ് ലഫാൻ തുറമുഖത്ത് നിന്നാണ് ടാങ്കർ യാത്ര ആരംഭിച്ചത്. മാർച്ച് 30-ന് യാത്ര ആരംഭിച്ച ഈ കപ്പൽ പിന്നീട് ഗൾഫിൽ നങ്കൂരമിടുകയായിരുന്നു. ഏകദേശം 0.8 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി വരുന്ന ദേശ് സുരക്ഷ എന്ന മറ്റൊരു ടാങ്കർ ഇറാന്റെ ലാർക്ക് ദ്വീപിന് സമീപമെത്തി. യുഎയിലെ അൽറാംസ് തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഈ കപ്പലും 3 ആഴ്ചയോളമായി കടലിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. അതേസമയം ശനിയാഴ്ച എണ്ണയും ഗ്യാസും വഹിച്ചുകൊണ്ടുള്ള 8ഓളം ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നതായി AFP റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹോർമുസിലൂടെയുള്ള യാത്രകൾ കർശനമായി സൈനിക നിയന്ത്രണത്തിലാക്കിയതായി ഇറാന്റെ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് വ്യക്തമാക്കി. അമേരിക്കയുടെ ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങളും ഉപരോധത്തിന്റെ മറവിൽ നടന്ന കടൽ കൊള്ളയും ചൂണ്ടിക്കാട്ടിയാണ് തങ്ങളുടെ ഈ നടപടിയെന്ന് വക്താവ് വ്യക്തമാക്കി. യുദ്ധം ആരംഭിച്ചതു മുതൽ ഈ മേഖലയിലെ കപ്പൽ ഗതാഗതം സാരമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ആഗോള എണ്ണ നീക്കത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് ഹോർമസ് കടലിടുക്ക് വഴിയാണ്. ഇവിടുത്തെ തടസ്സങ്ങൾ കപ്പൽ കമ്പനികൾക്ക് വലിയ ചെലവ് വർധനവിനും യാത്ര വൈകുന്നതിനും ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രതിസന്ധി നേരിടുന്നതിന് കാരണമായിട്ടുണ്ട്. IRGC ആക്രമിച്ച ഇന്ത്യൻ പതാകയുള്ള ജാഗ് അർണവ് ഉൾപ്പെടെ ഒഴിപ്പിക്കലിനായി 16 കപ്പലുകളുടെ പട്ടിക കേന്ദ്ര മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട്. മാരിടൈം ട്രാഫിക്കിൽ ലഭ്യമായ വിശദാംശങ്ങൾ പ്രകാരം നിരവധി ഇന്ത്യൻ വിദേശ പതാകയുള്ള കപ്പലുകൾ ഇപ്പോഴും ഹോർമുസ് കടക്കാൻ കാത്തിരിക്കുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 13 ഇന്ത്യൻ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലും, 6 എണ്ണം ഒമാൻ ഉൾക്കടലിലും, 1 ഏദൻ ഉൾക്കടലിലും, 3 എണ്ണം ചെങ്കടലിലും തുടരുന്നു. പെട്രോളിയം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 4 LPG കാരിയറുകൾ, 3 LNG കാരിയറുകൾ, 10 ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ എന്നിവയുൾപ്പെടെ 17 കപ്പലുകൾ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവയിൽ 3 എണ്ണം ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളാണെങ്കിൽ ബാക്കി 14 എണ്ണം വിദേശ പതാകയുള്ള കപ്പലുകളാണ്. ഇറാഖിലെ അൽ ബസ്രയിൽ നിന്ന് ഏകദേശം 2 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി വരുന്ന കൂറ്റൻ ടാങ്കറായ MT ദേശ് വൈഭവ് ഫെബ്രുവരി 28-ന് ഇറാൻ യുദ്ധം ആരംഭിച്ചതു മുതൽ പേർഷ്യൻ ഗൾഫിൽ തന്നെ തുടരുകയായിരുന്നു. മറ്റൊരു കൂറ്റൻ ടാങ്കറായ ദേശ് വിഭോർ UAEയിലെ അൽറാംസ് തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 5-ന് അൽ ബസ്രയിൽ നിന്ന് പുറപ്പെട്ട സൻമർ ഹെറാർ എന്ന കപ്പലും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ കൂടാതെ മാർച്ച് 30-ന് UAEയിലെ ഖലീഫ തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ച CMA CGM ഡയമണ്ട് എന്ന കണ്ടെയ്നർ കപ്പലും നവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിലേക്ക് യാത്ര തിരിച്ചു. ഗൾഫിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പലും ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. മറ്റൊരു കണ്ടെയ്നർ കപ്പലായ CMA CGM മനാസ് ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ലാർക്ക് ദ്വീപിന് സമീപമെത്തിയിരുന്നു. മാർച്ച് 3-ന് UAEയിലെ ഖദൂന്തിൽ നിന്നും പുറപ്പെട്ട മാർഷൽ ഐലൻഡ് പതാക ഘടിപ്പിച്ച LPG ടാങ്കർ DV സർവ്വശക്തിയും കടലിടുക്ക് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഹോർമുസ് കടലിടുക്കിനോട് അടുക്കുന്ന കപ്പലുകൾ ഇറാൻ ഭരണകൂടം നിശ്ചയിച്ച പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് മറൈൻ ട്രാഫിക് വ്യക്തമാക്കുന്നു. തങ്ങളുടെ തീരത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നാവിക ചാർട്ട് കഴിഞ്ഞ ദിവസം ഇറാൻ പുറത്തിറക്കിയിരുന്നു. ഒമാന് വടക്കുള്ള കടലിടുക്കിന്റെ ഒരു ഭാഗം ഈ ചാർട്ടിൽ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തുകയും ഇതൊരു അപകട മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാമെന്നും എന്നാൽ അത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ഏകോപിപ്പിക്കേണ്ടതുണ്ടെന്നും ഒരു മുതിർന്ന ഇറാനി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വെള്ളിയാഴ്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ സുരക്ഷിതമെന്ന് കരുതുന്ന പാതകളിലൂടെ മാത്രമായിരിക്കും കപ്പൽ ഗതാഗതം അനുവദിക്കുകയെന്നും സൈനിക കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കുന്നതിനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണെന്നും ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.